അലിയ പിന്നെ ഇപ്പം നമ്മൾ നിയമസഭാ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം 9-ാം തീയതിയാണ് ഇലക്ഷന്. അപ്പം നിങ്ങൾ വേപ്പൂര് നിയോജകമണ്ഡലത്തിലെ ഒരു വോട്ടറല്ലേ? നിങ്ങളെ അവിടെ മത്സരിക്കുന്നത് പിന്നെ റിയാസും പിന്നെ നമ്മളെ നിലമ്പൂരിൻ്റെ പഴയ MLA, എൻ്റെ നാട്ടുകാരനായ പഴയ MLA ആയ അൻവർ തമ്മിലാണ്. എന്താ ഇപ്പം നിങ്ങളെ അഭിപ്രായത്തിൽ? ബേപ്പൂരിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ ഈ മത്സരം കേരളത്തിൽ ഒരു ഒറ്റുനോക്കുന്ന മത്സരം തന്നെയാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ പ്രത്യേകിച്ച് അവിടെ LDFന് ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമാണത്, ബേപ്പൂർ നിയോജക മണ്ഡലം. കഴിഞ്ഞ ഇലക്ഷനിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28,700 സംതിങ് വോട്ടിന് റിയാസ് ജയിച്ചൊരു മണ്ഡലമാണ്. ഇപ്പൊ അൻവർ എന്ന് പറഞ്ഞാൽ അൻവർ LDFന്ന് രാജിവെച്ച് പോയി. രാജിവെക്കുന്നതിന്റെ മുന്നേ മത്സരിച്ച് MLA ആയ സമയത്ത് വികസനം എന്താന്നുള്ള നിലമ്പൂര് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ നാട്ടിലെ MLA ആണ് കൊണ്ടുവന്ന വികസനം എന്താന്നുള്ള. ഇപ്പൊ റിയാസ് ഈ 5 കൊല്ലം ഭരിച്ചിട്ട് കൊണ്ടുവന്ന വികസനം എന്താന്നുള്ളത് ജനങ്ങൾക്ക് അറിയും. 2 പ്രാവശ്യം പാലം മോടി പിടിപ്പിച്ചാണ്, വികസനമാണ്. ആ വികസനം ജനങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്പെടുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. രാത്രി കാലങ്ങളിൽ പുതിയ പാലത്തിന്റെ മുകളിൽ നിന്ന് നോക്കിക്കാച്ചാൽ പഴയ പാലം കാണും. അതിന്റെ മുകളിൽ വെളിച്ചം ഡെക്കറേഷൻ കൊടുത്തേക്കൊണ്ട് അതല്ല വികസനം വേണ്ടത്. ഒന്നുകിൽ റോഡ് വികസിപ്പിച്ച് റോഡ് വീതി കൂട്ടി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വികസനങ്ങൾ നടത്തണം. അല്ല, വേണ്ടത്ര ഉണ്ടായിട്ടില്ല. വികസനം ചെയ്തിട്ടുണ്ട്, പക്ഷെ നാടിന് വേണ്ടത്ര വികസനം ചെയ്തിട്ടില്ല. കുറെ റീൽസ് ചെയ്യലോ ലൈറ്റ് പിടിപ്പിക്കലോ മോടി പിടിപ്പിക്കലോ അല്ല വികസനം. ഇപ്പൊ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ വേണ്ടത്ര സംവിധാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഗർഭിണികളായ സ്ത്രീകൾ മറ്റു ഹോസ്പിറ്റലുകൾ തൊട്ടടുത്ത ചുങ്കത്തെ ക്രസന്റ് ഹോസ്പിറ്റലിലേക്കാണ് പോണത്. ജസ്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് ഈ താലൂക്ക് ആസ്പത്രിയും ക്രസന്റും തമ്മിൽ. അപ്പൊ ഈ താലൂക്ക് ഹോസ്പിറ്റലിൽ ഇതിനു വേണ്ടി സംവിധാനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകൾ ആ ക്രസന്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഒരു നോർമൽ പ്രസവം നടക്കണമെങ്കിൽ 60,000-70,000 ഉറുപ്പ്യ ചുരുങ്ങിയത് വേണം. സർജറി ആണെങ്കിൽ അതിന്റെ മുകളിൽ വേണം. അപ്പൊ ആ ഒരു ഇതൊക്കെ നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ഈ 5 കൊല്ലത്തിന്റെ ഇടയ്ക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. മാറ്റാന്നുണ്ടെങ്കിൽ വികസനം എന്ന് പറയാം. രണ്ടാമത്തത് റോഡ് വികസിപ്പിച്ച് റോഡ് വേണ്ടിയമാര് സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകാച്ചാൽ വികസനം എന്ന് പറയാം. കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ, സ്കൂള്, കോളേജ്, ഇതൊക്കെയാണ് വികസനം. അല്ലാണ്ട് ഗവൺമെന്റ് കോളേജ് ഇതുവരെ അവിടെ അല്ല. ഗവൺമെന്റ് കോളേജ് ഉണ്ടോ വെച്ചാൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഗവൺമെന്റ് കോളേജ് ഇപ്പൊ അൻവർ പറയുന്നത് വികസനം, ഗവൺമെന്റ് കോളേജ് കൊണ്ടുവരും. പക്ഷെ ഒരു ചാൻസ് അൻവറിന് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇപ്പൊ ഈ ഒരു പ്രാവശ്യം അത് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളെ നാട്ടിൽ 10 കൊല്ലം MLA ആയ ഒരു വ്യക്തിയാണ് അൻവർ എന്നുള്ളത്. അത് അവിടെ എന്തൊക്കെ കൊണ്ടുവന്നില്ല നമുക്ക് കറക്റ്റ് അറിയണം. അതല്ല, അൻവർ പടം നിലമ്പൂര് കൊണ്ടുവന്ന് എനിക്കറിയില്ലോ. ഗവൺമെന്റ് കോളേജ് കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ മലയോര ഹൈവേ കൊണ്ടുവന്ന്. വെറും ടാറിട്ടേ കൊണ്ട് റോഡാവില്ല, അത് റബ്ബറൈസ്ഡ് റോഡാക്കിയിട്ട് റോഡ് എങ്ങനെയാ നിർമ്മിക്കല് എന്നുള്ളത് നിലമ്പൂർ അൻവർ കാണിച്ചു കൊടുത്തിരിക്കണം. അതുമാതിരി പല ഇതും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെ കോളേജ് സ്കൂളിലേക്ക് ബസ് അതുമാതിരിയുള്ള പലതും ചെയ്തിട്ടുണ്ടല്ലോ. ഇതിനേക്കാളും കൂടുതൽ എനിക്കറിയും. ഹോസ്പിറ്റല്, ഇതൊക്കെ അൻവർ ചെയ്തിട്ടുള്ള വികസനങ്ങളാണ്. അപ്പം വികസനം എന്താന്നുള്ളത് അൻവർ ഒരു പ്രാവശ്യം ഈ ജനങ്ങൾ ചാൻസ് കൊടുക്കാന്നുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കും. ബേപ്പൂരിന്റെ ഹാർബറിന്റെ, ചാലി ഹാർബറിന്റെ ഇതൊക്കെ മാറ്റങ്ങൾ 100% ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളൊക്കെ എന്റെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് ആ ചാലിയാറ്. പിന്നെ മറ്റേതുണ്ടല്ലോ ബേപ്പൂർ, മറ്റേ നമ്മളെ പിന്നെ ഷിപ്പിന്റെ ആ ഏരിയ എന്തൊരു കോലാണ്. ഒരു മഴ പെയ്ത് കാച്ചാൽ നമ്മളെ ഹാർബറിലേക്കാണ്ട് ഇറങ്ങാൻ പറ്റില്ല, ആകെ ചളിപ്പില്ല. അതൊക്കെ ഒരു ഇന്റർലോക്ക് ഇട്ട് ഒരു സെറ്റപ്പ് ആക്കി കൊടുത്തു കാച്ചാൽ വികസനം എന്ന് പറയാം. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനങ്ങൾ അതൊക്കെയാണ്. അപ്പം വികസനം കൊണ്ടുവന്നിട്ടുണ്ട് റിയാസ്. ഈ പറഞ്ഞ മാതിരി പാലത്തിന്റെ മുകളിൽ പുളിമൂട്ടിൽ കുറച്ച് വികസനങ്ങളുണ്ട്. അതില് കാര്യമില്ല. ആ പാലം പൊളിച്ചൊരു പുതിയ പാലം പണിതിട്ട് ഈ കോഴിക്കോട് നിന്നും എറണാകുളം അല്ലെങ്കിൽ മഞ്ചേരി, പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന ബസ് സർവീസുകളൊക്കെ ആ ഫറോക്ക് ടച്ച് ചെയ്ത് പോകുമ്പോൾ ഫറോക്കിനൊരു വികസനമാണ്. ഫറോക്ക് ആകെ ടോട്ടൽ മാറും, ടൗണ് മാറും. ആ പുതിയ പാലം നമ്മളെ ഫറോക്കിലേക്ക് പഴയ പാലത്തിന്റെ അവിടെ പുതുക്കി പണിതിട്ട് ഈ വലിയ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ബസ് അതിലെ കടന്നു പോകാനുള്ള സംവിധാനം വരുമ്പം ബസ് സ്റ്റാൻഡ് മാറ്റി പണിതിട്ട് പുതിയ ബസ് സ്റ്റാൻഡ് പണിയുമ്പം അതൊക്കെയാണ് വികസനം. അത് ജനങ്ങൾക്ക് വികസനം വരും. ടോട്ടലി ഫറോക്കിന്റെ ഒരു മുഖച്ഛായ മാറും. അത് കൊണ്ടുവന്ന് വെച്ചാൽ റിയാസ് കാലാകാലം പെടുന്ന് പോകേണ്ടി വരില്ല. 28,000 ഭൂരിപക്ഷം 56,000 ജനങ്ങളാക്കി കൊടുക്കും. കാരണം ഓൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. എത്ര കൊല്ലം ഭരിച്ചാൽ കറക്റ്റ് എനിക്ക് പറയാനാവില്ല. അത്ര ഒരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. ഞാൻ ചെറിയ അനുഭാവിയാണ് UDFന്റെ. പക്ഷെ ഈ ഭൂരിപക്ഷം ഇവർക്ക് മാറ്റാൻ വേണ്ടി പറ്റും ഇതുമാതിരിയുള്ള വികസനം കൊണ്ടുവന്ന് വെച്ചാല്. പിന്നെ ഇനിയിപ്പോ വികസനം എന്താന്നുള്ളത് ഒരു പ്രാവശ്യം ചാൻസ് നമ്മൾ അൻവറിന് കൊടുക്കുകയാണെങ്കിൽ അൻവർ കാണിച്ചു തരും ഫറോക്കിന്റെ വികസനം. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാണ്, ടോട്ടലി അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2700-2800 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അൻവർ ജയിക്കും.
അത്ര പോരാ എനിക്ക്. ബാക്കി നമുക്ക് ഇൻഷാല്ലാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് റിസൾട്ട് വരുമ്പോ 2 മണിക്ക് കണ്ട ജനങ്ങൾ ഇത് റെക്കോർഡാക്കി വെച്ചോ. ഇന്നലെ രാത്രി സാഫിയും നമ്മളെ അൻവറും കൂടി ഇളക്കി മറിച്ചിട്ടുള്ളത്. ഈ ഇളക്കി മറിക്കല് നമുക്ക് വോട്ട് എണ്ടിന് അന്ന് വീണ്ടും ഇളക്കി മറിക്കാനുള്ളതാണ്. രാത്രി 1:30 മണിക്ക് തുടങ്ങിയത് ഇനി രാത്രി 10 മണിക്ക് തുടങ്ങിയിട്ട് രാവിലെ 10 മണി വരെ ഇളക്കി മറിക്കല് നമുക്ക് കാണാനിരിക്കണുള്ളൂ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, റെക്കോർഡാക്കി വെച്ചോ.